അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് വന്നെത്തി. അപ്പോൾ എല്ലാവരും സ്റ്റാർ ഒക്കെ തൂക്കി തുടങ്ങി കാണും. ഇത് കഴിഞ്ഞ ക്രിസ്മസിന് എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റാർ ആയിരുന്നു. ഇത് വെയിലത്ത് മഴയത്തെ കിടന്ന് മൊത്തത്തിൽ നാശമായി പോയി. ഇതേ മൊത്തം തുരുമ്പൊക്കെ ആയിട്ടുണ്ട്. കുറെ പ്ലാസ്റ്റിക്കിന്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ LED ചേസറിൽ നിന്ന് വരുന്ന വയർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചേസറിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മാറ്റി വെക്കാം. ഈ മഴയത്തെ കിടന്നിട്ട് LED ലെഗുകളാണ് മൊത്തം തുരുമ്പിച്ച് പോയേക്കുന്നത്. കണ്ടില്ല, ഇവിടെയൊക്കെ ലെഗുകൾ വിട്ടുപോയിട്ടുണ്ട്. ഇതായിരിക്കും ഇത് കത്തായിരിക്കാൻ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഓരോ LED ആയിട്ട് അഴിച്ചെടുക്കാം. അങ്ങനെ ഇതിനകത്ത് LED മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോരോ LED ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. മാക്സിമം ഇപ്പോൾ ഈ LEDയുടെ ലെഗ് ഒടിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് LEDയുടെ ലെഗിൽ തുരുമ്പ് പോകാനായിട്ട് കുറച്ച് ടർപ്പൻ ഒഴിച്ച് കുറച്ച് നേരം മുക്കി വെച്ചേക്കാം. അപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന സ്റ്റാറിൻ്റെ ബോഡി എല്ലാം പോയി. അപ്പോൾ പുതിയ സ്റ്റാറിൻ്റെ ബോഡി നിർമ്മിക്കാനായിട്ട് ഞാൻ ഇതുകൊണ്ട് ഒരു കേസിംഗ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, ആ ടൈപ്പ് കേസിംഗ് ക്യാപ്പാണിത്. ഈ കേസിംഗ് ക്യാപ്പിൽ നമുക്കിനി വെട്ടിയെടുത്തൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ കേസിംഗ് ക്യാപ്പിൽ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് LED വെക്കാനുള്ള സ്ഥലം ഞാനിത് കണക്ക് മാർക്ക് ചെയ്തിട്ടു. ഇനി മാർക്ക് ചെയ്ത സ്ഥലത്ത് LED വെക്കാനായിട്ട് നമുക്ക് സോൾഡറിങ് അയൺ ചൂടാക്കി ഇത് കണക്ക് ഹോൾട്ട് കൊടുക്കാം. ഇനി ഹോൾട്ട് സമയത്ത് ഉരുകിയിരിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം നമുക്കൊരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് നീക്കാം. അതിനുശേഷം നമുക്ക് ഓരോരോ LED ആയിട്ട് നമുക്ക് ഈ ഹോളിലോട്ട് ഇറക്കി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ LED എല്ലാം ഞാൻ ഈ സ്റ്റാറിനകത്ത് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ LEDകളെല്ലാം ഞാനൊരു സീരീസ് കണക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 എൻഡിന് കാണും, പോസിറ്റീവും നെഗറ്റീവും. ഈ ഒരു എൻഡിൽ തുടങ്ങി ഈ ഒരു എൻഡിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഞാൻ LED എല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. ഇനി LEDയുടെ പോസിറ്റീവ് ലെഗിൽ നിന്ന് ഞാൻ നമുക്കൊരു വയർ കണക്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യം മാറ്റി വെച്ച LEDയുടെ കൺട്രോൾ പാനൽ. കൺട്രോൾ പാനലിൻ്റെ പോസിറ്റീവ് ലെഗിലോട്ട് നമുക്ക് LEDയുടെ പോസിറ്റീവ് ലെഗ് കൂടെ സോൾഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് LEDയുടെ നെഗറ്റീവ് നമുക്ക് കൺട്രോൾ പാനലിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യാം. അടുത്തായിട്ട് കൺട്രോൾ പാനലിൻ്റെ ഇൻപുട്ട് വയറോട് നമുക്ക് സോൾഡറിങ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു കൺട്രോൾ പാനൽ ഞാൻ ഈ ഒരു സ്റ്റാറിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇൻപുട്ട് വയർ ഞാൻ ഇതുകൊണ്ട് സ്റ്റാറിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി കേസിംഗ് ക്യാപ്പിൻ്റെ പുറവശം നമുക്ക് കേസിംഗ് ക്യാപ്പിൻ്റെ അടപ്പോട് ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ സ്റ്റാറിനെ റീസ്റ്റോർ ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ ഫുള്ള് കേസിംഗ് ക്യാപ്പ് വെച്ചാണ് ഇതിൻ്റെ ബോഡി ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പഴയ ബോഡിയെല്ലാം നിങ്ങൾ കണ്ടായിരുന്നു, മൊത്തം പോയതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനി കണക്ഷനുകൾ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു പിന്നി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് കത്തുന്നത്. അപ്പോൾ ഈ സ്റ്റുഡിയോയുടെ ലൈറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് വർക്ക് ചെയ്യുന്ന എത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ഈ സ്റ്റുഡിയോ ലൈറ്റിൽ ഓഫ് ചെയ്തെന്ന് നോക്കാം. കണ്ടില്ല, ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് രാത്രി കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ട്. ലൈറ്റിലെല്ലാം പോയപ്പോൾ ഒന്നുകൂടെ രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുകൊണ്ടൊക്കെ പഴയ സ്റ്റാറൊക്കെ കിടപ്പുണ്ട്, നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ വീണ്ടും പുതുജീവൻ വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള വീഡിയോസ് കാണാനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.